ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു സംഘം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതുവായിട്ട് പ്രദർശിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കുകയും വേണ്ടാത്തത് കട്ട് ചെയ്ത് കളയുകയും ഒക്കെ പച്ചയ്ക്ക് ചെയ്യുന്ന എന്ന് അതായത് ഡബിൾ പോസിറ്റീവ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കാണും. അത് ആദ്യം കാണുമ്പോൾ ഞങ്ങൾ മാത്രമൊക്കെ ഇട്ടിരുന്ന് കാണും. പിന്നെ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലിനെ മാത്രം വിളിച്ചിട്ട് കാണേണ്ടത് എവിടെയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷബർ നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് എങ്ങനെ റിയാക്ഷൻ ഉണ്ടാകുന്ന നോക്കാന്ന് വെച്ച് ഒരു ഷോ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച ചില സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഈ വരുന്ന പെണ്ണുങ്ങളൊക്കെ ചിരിക്കും. അപ്പോൾ അത് വർക്കൗട്ട് ആവുന്നുണ്ട്, അത് കളയണ്ട വെച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുന്നു. ഒരു 3 ഷോയെങ്കിലും മിനിമം ഒരു ഫസ്റ്റ് കോപ്പി ആകുന്നതിന് മുമ്പ് ഈ ഡബിൾ പോസിറ്റീവ് 3 പ്രാവശ്യമെങ്കിലും ഇട്ട് അത് ഷാർപ്പ് ചെയ്തിട്ടൊക്കെയാണ്. ഈ മായാവിയൊക്കെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, കല്യാണരാമൻ ഇട്ടു. അതുമല്ല, ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഹീറോയുടെ മേളിൽ കളിക്കാനുള്ള സ്പേസ് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഹീറോ പറഞ്ഞാലും ഒക്കെ അത് ഈ ഡയറക്ടർ അങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു വാശിയിൽ നിന്നാലേ പറ്റുള്ളൂ. ഈ ഷാഫിക്കയുടെ ബഹുഭൂരിപക്ഷം പടങ്ങളിലും സലീമേട്ടനാണ് സ്കോർ ചെയ്യുന്നത്. ഒരു പ്രദേശം സലീമേട്ടൻ എടുത്ത് തോളത്ത് വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന ഈ മുറ്റത്തെ മുല്ലയിലും കത്തി കഴുത്തി വെച്ച് പാടിക്കുന്നതാണ്. ഒരു പാട്ട് ഹീറോയുടെ കഴുത്തെ കത്തി വെച്ച് പാടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹീറോ പാടുകയല്ലേ വേണമെങ്കിൽ. ഇതൊന്നുമല്ല, കത്തി വെച്ച് പാടിക്കുക. അങ്ങനെ അതൊക്കെ ഒരു ആ സ്വാതന്ത്ര്യമൊക്കെ എന്തൊരു സ്വാതന്ത്ര്യമാണ് അത്. ഈ നിങ്ങളുടെ ഒരു ടീമിന് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര ഒരു ടീം വർക്കാണ്. ഞങ്ങളുടെ പടങ്ങളിലൊക്കെ ഒരു ടീം വർക്ക് ഉണ്ടാവും. അവിടെ ആർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഈഗോ ഇല്ല, അതാണ് ഏറ്റവും വലിയത്. അല്ല, അതിൽ ഹ്യൂമറിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒരു സിനിമയിൽ ഞാൻ ഒരിക്കൽ ബെനിച്ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഹീറോയിന്റെ കല്യാണം മുടങ്ങി കിടക്കുമ്പോഴാണ് ഈ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് ഒരിക്കലും ഒരു സിനിമയിൽ സെന്റിമെന്റ്സ് സീൻ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അത് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ സെന്റിമെന്റ്സ് ആയതുകൊണ്ട് അത് നിസ്സാരവൽക്കരിച്ച് കാണുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ ആ സെന്റിമെന്റ്സിന്റെ ഇടയിൽ അത് വന്നപ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പാക്ട് വന്നത്. കാരണം ഈ കഥാപാത്രത്തിനൊന്നും വലിയ വിഷയമൊന്നും അല്ല. മനസ്സിലായില്ലേ? അവളെ ആ തമാശ ഫസ്റ്റ് തന്നെ തള്ളിക്കളഞ്ഞാണ്. അത് വേണ്ടെന്നൊക്കെ ചർച്ച വന്നു. പക്ഷെ അവസാനം ട്രാഫിയുടെ കയ്യും കാലും ട്രാഫി എന്തിനാണ് ട്രാഫി ഇത് ട്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ പോട്ടെ എന്നിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ പോയി കഴിഞ്ഞ ലാലേട്ടൻ പോയി എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് ഇന്നസെന്റ് ആയിട്ട് ഞാൻ മാത്രമുള്ള ട്രാഫിയുടെ പ്രത്യേകത വെച്ചാൽ അത് എന്തൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ വരുന്നത് അതെല്ലാം മാക്സിമം എന്നിട്ട് രഹസ്യമായിട്ട് നമ്മളോട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ കളയാലോ മാക്സിമം പറഞ്ഞോട്ടെ. എന്നിട്ട് എഡിറ്റിങ്ങിൽ വരുമ്പോൾ അവിടെ നിന്നിട്ട് ആലോചിക്കും വെക്കണോ വേണ്ടേ എന്നുള്ളത്. പലവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചില സാധനങ്ങൾ വെക്കും. അപ്പോൾ കാണുമ്പോൾ അത് കുഴപ്പമില്ല, അതിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കും കോൺഫിഡൻസ് വരും. കുഴപ്പമില്ല. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഇല്ലാത്തതുകൊണ്ട് ചില പൊളിറ്റിക്കലി കറക്റ്റായ തമാശകളും ഇവരെല്ലാം ഒരു അത് ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സിനിമകളിൽ ആദ്യം തന്നെ കഥാപാത്രങ്ങളെല്ലാം ഒരു ലൈസൻസ് എടുക്കുന്നുണ്ട്. ഇവരൊന്നും അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇടയിൽ ഇപ്പൊ മാക്രി ഗോപാലിനൊക്കെ ചാണകത്തിൽ പിടിച്ച് സത്തി ഇടുക എന്റെ അന്നം സാക്ഷിയായിട്ട് ഇത് ഒരു എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അത് ചെയ്യുന്നത്? ചാണകം വാരിയിട്ട് എന്റെ അന്നം സാക്ഷിയായിട്ട് ഞാനിതില് ഒരു ഇത്തിരി തണുപ്പ് കിട്ടാൻ വേണ്ടി മറ്റേ ആളുടെ വീട്ടിൽ പോയപ്പം തണുപ്പ് മാറ്റാൻ വേണ്ടി അങ്ങനെ പറയുക. അപ്പൊ നിങ്ങളുടെ അതാ ഞാൻ ആദ്യം തൊട്ട് ഉദയനോട് വെച്ചത്, ഷാഫി സാറിന്റെ പടങ്ങളിലുള്ള കഥാപാത്രങ്ങളെ എടുത്ത് വച്ചിട്ട് ഇവർക്ക് ആദ്യം ഒരു ലൈസൻസുകൾ എടുത്ത് കൊടുത്തിട്ടാണ് ഇവർ അത് എഴുത്തുകാരനും ആ സ്വാതന്ത്ര്യം കിട്ടും. ഷാഫിയുടെ പടമാണെങ്കിൽ എനിക്ക് എന്ത് ഹ്യൂമറും ഏത് ടൈപ്പ് അത് ഷാഫി കൺസീവ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. വേറെ ഡയറക്ടറാണ് ചിലപ്പോൾ പറയും അത് വേണോ, അത് ചളിയായി പോവില്ലേ. ഒരു വലിയ ലോസ് വന്നിരിക്കുമ്പോഴല്ലേ പടക്കട മായാവിയില് മമ്മൂക്കനെ പേടിച്ചിട്ട് ഞാനൊരു കടലല്ല കായലിലേക്ക് ചാടണമല്ല അതില്ല സംഭവം, അതൊന്നുമില്ല. കടലിലേക്ക് ചാടുന്നു, നദിയിലേക്ക് ചാടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥാപനം ട്രാഫി ഞങ്ങളുടെ നാട്ടിൽ ചേച്ചിമാര് മീൻ തപ്പി പിടിക്കാൻ പോവില്ലേ, മീൻ തപ്പിയിട്ട് പിടിക്കുക കെട്ടിലൊക്കെ. അപ്പോൾ അവർക്ക് പുഴയൊക്കെ അടക്കണമെങ്കിൽ ഈ കുടം കമിഴ്ത്തിയിട്ട് ഇങ്ങനെ അവിടെ നിർത്ത് പോയി കുടം കൊണ്ടാന്ന് പറഞ്ഞ് അപ്പം സെക്കൻഡിനുള്ളിൽ ഈ കുടം വന്ന്. അപ്പോൾ എന്താ ഞാൻ ഈ കുടം ഇട്ടാണ് ചേച്ചി ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് ആ ഷൂട്ടിങ് മാറ്റി വെച്ച് ഉച്ചക്കാക്കി. രാവിലത്തെ സംഭവമായിരുന്നു അത്. ഉച്ചക്കാക്കിയിട്ട് പൈപ്പിൻ്റെ അവിടെ ഞാൻ ഓടിപ്പോണ ഔട്ട് വിട്ടിട്ട് ഈ പൈപ്പിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഒരു പെണ്ണെ കത്തി കാണിച്ച് കുടം വാങ്ങിച്ചിട്ട് ചാടുന്നു. അപ്പൊ ആ ചിരി ഭയങ്കരമായിട്ട് കൂടിയത്, ഒരു ചിരി കിട്ടുന്നില്ല. ഈ കല്യാണരാമനിലെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ട്, അതായത് നിങ്ങളെല്ലാം കൂടി ഇരുന്ന് യോഗം കൂടുന്ന ഒരു സ്ഥലത്ത്
ഒരു വലിയ ചെരുവത്തി പത ഉണ്ടാക്കിയിട്ട് ചേട്ടൻ അതിനകത്ത് കിടപ്പുണ്ട്. കുളിക്കുന്ന ബാത്ത് ടബ് പോലെ. ആ അത് ഉണ്ടായിരുന്ന ടബ് പോലെ വാർപ്പില് അതൊക്കെ പേപ്പറിലുണ്ടായിരുന്നു. അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതില് ഊഞ്ഞാലൊക്കെ അവിടെ വേറെ നമ്മൾ സെറ്റ് ചെയ്താണ് ആ സമയത്ത്. ഊഞ്ഞാലാടുന്ന ഊഞ്ഞാലടിക്കൊണ്ട് ഇതില് നമ്മൾ എഴുതിയിലുണ്ടായിരുന്നു ടബിൽ ഇങ്ങനെ വാർപ്പിൽ കുളിക്കണത്. നമ്മള് കല്യാണരാമനെ പറ്റി വീണ്ടും പറഞ്ഞ സ്ഥിതിക്ക് അഫ്സലിക്ക ഒരു പാട്ടും കൂടെ പാടേണ്ടതായിട്ടുണ്ട്. കൈ തുടി താളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. താങ്ക് യു. ഷാഫി സാറിന്റെ ഓർമ്മകളുമായി അഭിനേത്രി മാനസ. ഞാൻ ഷാഫി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ മൂവിയിലാണ്. അപ്പം ഞാൻ സാറിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പൂജയ്ക്കാണ്. അപ്പോൾ പൂജയ്ക്ക് മൂന്നാറിലായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്. അപ്പോൾ ഞാനുണ്ട്, വിഷ്ണുവേട്ടനുണ്ട്, റാഫി സാറുണ്ട്, ഷാഫി സാറുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ ഷാഫി സാർ ഇങ്ങനെ തമാശ പറയല്. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങനെയൊന്നും ആവശ്യമല്ല. നോർമലി നമ്മളൊരു സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം എടുക്കുമല്ലോ എല്ലാവരുമായിട്ടൊന്ന് ക്ലോസ് ആയൊക്കെ വരാൻ. പക്ഷേ ഷാഫി സാറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്തൊരു സെറ്റാണ്. ഇത്ര അധികം ചിരിച്ച ഒരു സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ശരിക്കും ചിൽഡ്രൻസ് പാർക്കിൻ്റെ സമയത്താണ്. സാറിനിപ്പോൾ വയ്യാതായെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിയുമ്പോഴും ഞാൻ വിചാരിച്ചത് സാർ ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം ഇത്രയും ചാലഞ്ചസ് ഓവർകം ചെയ്ത ഒരാൾ, ഇത്രയും വിൽ പവർ ഉള്ള ഒരാൾ ഇത്ര വേഗം ഗിവ് അപ്പ് ചെയ്യുമെന്ന് തോന്നിയില്ല. പക്ഷേ വലിയൊരു ബാറ്റിലായിരുന്നു എന്ന് തോന്നുന്നു. സാറിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണില്ല. അപ്പോൾ സാർ എന്തായാലും ഹീസ് ഓൾവേസ് അറൗണ്ട് അസ്. സാറിൻ്റെ സിനിമയിൽ ഒരു സീനിലെ ഡയലോഗെങ്കിലും പറയാത്തൊരു ദിവസം കാണില്ല. ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റിക്കർ ഉപയോഗിക്കാത്തൊരു ദിവസം കാണില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സാറിൻ്റെ മൂവിയിലൊരു പാട്ട് കേൾക്കാത്തൊരു ദിവസം കാണില്ല. അപ്പോൾ ഹീസ് ലെഫ്റ്റ് ഹിസ് സിഗ്നേച്ചർ ആൻഡ് ഹിസ് ഫുട് പ്രിൻറ്റ്സ് ബിഹൈൻഡ്. അപ്പോൾ നമ്മളതെന്നും നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മുടെ ചുറ്റും അതുണ്ടാവും. ഓർമ്മയിലെന്നും